ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 6-ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം വോട്ടിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ്. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. വോട്ടിംഗ് തുടങ്ങി ഇതുവരെ 1-ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റേതായിട്ട് വെച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. അനുമോളുടെ കയ്യിൽ നിന്ന് ആ ഒരു 1-ാം സ്ഥാനം പിടിച്ചു വാങ്ങാനായിട്ട് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും ഇതുവരെ സാധിച്ചിട്ടില്ല. അടുത്തതായിട്ട് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷാണ്. അനീഷും ഒരു വമ്പിച്ച മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് വോട്ടുകൾ നേടാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 3-ാം സ്ഥാനത്ത് ആദിലയാണ്. ആദിലയ്ക്ക് നമ്മുടെ നൂറയുടെ വ്യക്തമായ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആദിലയ്ക്കും ഒരുപാടധികം വോട്ട് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 4-ാം സ്ഥാനത്ത് അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ്റെയും ഒരു അട്ടിമറി മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. അക്ബർ ഖാനും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഒരുപാടധികം വോട്ട് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 5-ാം സ്ഥാനത്ത് നെവിനാണ്. പുള്ളിക്കാരനും അത്യാവശ്യം വോട്ടൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 6-ാം സ്ഥാനത്ത് ആര്യൻ കത്തോരിയാണ്. ആര്യനും അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 7-ാം സ്ഥാനത്ത് അഭിലാഷാണ്. അഭിലാഷിന് ഇപ്പോൾ പോളിംഗിൽ അധികം വോട്ട് കയറുന്നില്ല. അഭിലാഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക. അടുത്തതായിട്ട് 8-ാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ വന്നിരിക്കുന്നത് വേദലക്ഷ്മിയാണ്. നമ്മൾ ഇതിനു മുമ്പ് നോക്കിയപ്പോൾ 12-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 8-ാം സ്ഥാനത്തേക്ക് വോട്ടിങ്ങിൽ കയറിയിട്ടുണ്ട്. അടുത്തതായിട്ട് 9-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യനാണ്. ബിന്നിക്ക് ഈ കുറച്ച് സമയങ്ങളായിട്ട് വോട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് കയറുന്നില്ല. അടുത്തതായിട്ട് 10-ാം സ്ഥാനത്ത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമക്കും ഈ പറഞ്ഞ പോലെ ഇതിന് മുന്നത്തെ വീക്ക് തന്നെ ഏകദേശം ഒരു കഷ്ടിച്ചാണ് കയറി വന്നത്. എന്തൊക്കെയാണെങ്കിലും റെന ഫാത്തിമ ഈ ഒരാഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തതായിട്ട് 11-ാം സ്ഥാനത്ത് സാബുമാനാണ്. സാബുമാൻ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്യുന്നില്ല. സാബുമാൻ അതുപോലെ തന്നെ വോട്ട് ഒന്നും കിട്ടുന്നില്ല. അടുത്തതായിട്ട് 12-ാം സ്ഥാനത്ത് പ്രവീണാണ്. പുള്ളിക്കാരനും അത്യാവശ്യം വോട്ട് നേടാനായിട്ട് ഈ ഒരു കുറച്ച് സമയങ്ങളായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 13-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മസ്താനിയാണ്. മസ്താനിക്ക് ആ ഒരു സ്ഥാനത്ത് നിന്ന് ഈ ഒരു വീക്കിൽ കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മസ്താനിയുടെ ബിഗ് ബോസിലുള്ള നിപ്പും അത്ര അങ്ങോട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വോട്ടിംഗ് ലിസ്റ്റ് പ്രകാരം മസ്താനി, സാബുമാൻ, പ്രവീൺ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെയാണ് ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യത നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ഖാൻ, ആദില, അനീഷ്, അനുമോൾ ഈ പറയുന്ന 4 കണ്ടസ്റ്റൻസിൻ്റെ വോട്ടിംഗ് ഒരുപാടധികം വോട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നേടാനായിട്ട് ഈ പറയുന്ന 4 കണ്ടസ്റ്റൻസിനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടുകളായിട്ടുള്ള വോട്ട് അവർക്ക് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അവർ ിൽ പുറത്തു പോകുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ വോട്ടിംഗ് റിസൾട്ടിനും ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്